ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ശബ്ദപരിധിയുടെ ശ്രവണസീമയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന ഈ ദേശത്തിലെ നല്ലവനായ നാട്ടുകാരെ, ദേശനിവാസികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. വിശേഷം ഗ്രാമാന്തരം പട്ടണങ്ങൾ തോറും മാറി മാറി സുവിശേഷ പ്രഘോഷണമായി, മറ്റ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്രയായി, കാലാവസ്ഥ അനുകൂലമായി നിൽക്കുമ്പോഴൊക്കെ വിവിധ തരത്തിലുള്ള ബോധവൽക്കരണം നടത്തി ഞങ്ങളെ ഒരു ടീമായി പല ഭാഗങ്ങളിലും നടത്തി വരാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഏനാത്തിൻ്റെ പ്രദേശത്ത് നടത്തിയപ്പോൾ വളരെ സന്തോഷം വരുന്ന നിലയിലുള്ള സമീപനം ഞങ്ങൾക്കുണ്ടായി. ചില ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് ഇങ്ങനെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി നടത്താറുണ്ട്. പല ഭാഗങ്ങളിലും ഞങ്ങളോട് സഹകരിച്ച നാട്ടുകാരുടെ സമീപനം വളരെ അനുകൂലമായി നിന്നിരുന്നു. ബോധവൽക്കരണം നടത്തുന്ന പഞ്ചായത്തിലെ പ്രിയപ്പെട്ടവരുണ്ട്. ബോധവൽക്കരണം കൊണ്ടുവന്ന് നമ്മുടെ ദേശത്തെ സാക്ഷാത്കരിച്ച് നല്ലൊരു ദേശമാക്കി മാറ്റുവാൻ അതിന് സമീപനം നടത്തുന്ന പഞ്ചായത്തുകളുണ്ട്. ബോധവൽക്കരണ നിമിത്തം ദേശത്ത് വലിയൊരു ചലഞ്ചിങ് വരുത്തുവാനായി ഇവിടുത്തെ പോലീസ് അധികാരികൾ ആവോളം ശ്രമിക്കുന്നുണ്ട്. ബോധവൽക്കരണം നടത്തി ഒത്തിരി മാറ്റം കൊണ്ടുവരുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാർ ശ്രമിക്കാറുണ്ട്. എങ്ങനെയെങ്കിലും മനുഷ്യന് ബോധം വരുത്തണമെന്നുള്ള ഏക ചിന്തയാണ് ജാതിമത വർഗവർണ്ണ വ്യത്യാസമെന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തിനാണ് സുഹൃത്തെ ഈ പാഴ്ചലമെന്ന് ചിലർ ചിന്തിക്കും. ഇങ്ങനെയൊരു ബോധവൽക്കരണം നിങ്ങൾ നടത്തിയില്ലെങ്കിൽ ദേശത്ത് ബോധമുണ്ടാകത്തില്ലേ എന്നുള്ള ചോദ്യം കൂടെ മറ്റൊരു ഭാഗത്തുണ്ട്. നമ്മുടെ നാട്ടിൽ ബോധവൽക്കരണം എത്രമാത്രം നടന്നിട്ട് പോലും മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത മൃഗീയ സ്വഭാവം നടത്തുന്ന പല പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ഈ ഇടകലർന്ന പ്രസംഗത്തിലൂടെ അനേകർക്ക് വലിയ മാറ്റം കൊണ്ടുവരുവാൻ സഹായിച്ചിട്ടുണ്ട്. ചിലരുടെ സ്വഭാവ രീതികളും ശൈലികളൊക്കെ വളരെ വ്യത്യസ്തമായ സ്വഭാവ ശൈലികളാണ്. പല വീടുകളിലും ഒക്കെ നമുക്ക് സമീപനം കാണാൻ കഴിയുന്നത്. താലോലിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങളെ കലാലയങ്ങളിലും ക്യാമ്പസുകളിലുമൊക്കെ അയക്കുന്നത്, സ്കൂളുകളിലും കോളേജുകളിലൊക്കെ അയക്കുന്നത് നാളെയുടെ നീളകളിൽ അവർ ഭാവിപരമായി നല്ല വക്താക്കളായി ദേശത്ത് മാതൃകയുള്ളവരായി കാണാനാണ് കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിലേക്ക് അയക്കുന്നത്. ഇപ്പോൾ സ്കൂൾ ജീവിതത്തിൽ തന്നെ കലാലയങ്ങളിലും ക്യാമ്പസുകളിലും ലഹരി സ്രോതസ്സുകൾക്ക് അടിമയായിട്ട് കുഞ്ഞുങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊളക്കട ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് മദ്യപിച്ച് സ്കൂളിൽ വന്ന നിമിത്തം ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വലിയ വിഷയമായി കൊളക്കട ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് മദ്യപിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാലഘട്ടങ്ങളുടെ മാറ്റം വല്ലാതെ മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന മാറ്റമാണ്. എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ ഒരു മദ്യപാനിയെ കാണുവാൻ വളരെ പ്രയാസമാണ്. ഒരു മദ്യപാനി ഒരു ദേശത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യമായ നടപ്പ് ഏത് മനുഷ്യനെയും ഭയപ്പെടുത്തുന്നതാണ്. മദ്യപാനി എന്ന് പറഞ്ഞാൽ ആരും അടുത്ത് ചെല്ലത്തില്ല. മദ്യപാനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭീതി പരത്തുന്ന ഒന്നായിരുന്നു എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ഞാൻ കണ്ടുവന്നത്. വലിയ പടഭണ്ഡാരം കൊമ്പും മീശയൊക്കെ വെച്ച് ഒരു കത്തിയൊക്കെ മടക്കി മടിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ആ
വരവ് കണ്ടാൽ ആരും ഭയന്നു പോകുന്ന നിലവാരത്തിൽ വെറ്റയൊക്കെ മുറുക്കി ഒരു വലിയ തോർത്തൊക്കെ എടുത്ത് തലയിൽ ചുറ്റിക്കെട്ടി ഒരു മദ്യപാനി വരുന്നു എന്ന് പറഞ്ഞാൽ ആരും ഒന്ന് ഭയപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു. അദ്ദേഹം മദ്യപാനിയാണെന്ന് പറയാൻ തന്നെ പേടിയായിരുന്ന എൻ്റെ ചെറുപ്രായമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ച നമുക്ക് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വളരെ ഭയാനകരമായ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഭാരതം, ആമേൻ, മാത്രമല്ല നമ്മുടെ കേരളം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇവിടെ എന്തിനും ഏതിനും മദ്യമില്ലാതെ ഒന്നും സാധ്യമല്ല എന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ മദ്യം വേണം. മരണം നടക്കുന്ന വീട്ടിൽ മദ്യമില്ലെങ്കിൽ ആരും സഹകരിക്കാതെ പോകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ വീട്ടിലൊരു വിവാഹം നടന്നാൽ അവിടെ മദ്യം വേണം. മദ്യം വിളവിയില്ലെങ്കിൽ ആ വിവാഹത്തിന് കൂട്ടുകാർ, ബന്ധുക്കൾ സഹകരിക്കാതെ പോകുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ജനിച്ചതിൻ്റെ സന്തോഷത്തിൽ മദ്യം വിളമ്പിയേ പറ്റത്തുള്ളൂ. അതങ്ങനെയാണ്. അതങ്ങനെയില്ലെങ്കിൽ വലിയ ദുഃഖമാണ്. സഹകരിക്കാൻ പലർക്കും വലിയ പ്രയാസമായി മാറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും മദ്യമില്ലാത്ത ഒരു വിഷയം ഇല്ലാതെ ആയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ദിനചര്യക്ക് ആവശ്യമായിരിക്കുന്ന ഒരു ആവശ്യം എന്നതുപോലെ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഘടകമായി മദ്യം ദേശത്ത് മാറിയിരിക്കുന്നു. നമ്മുടെ ഇവിടുത്തെ ഭരണകർത്താക്കൾ ചെയ്യുന്നത് വളരെ ബുദ്ധിപൂർവം ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ മദ്യം അവർ തന്നെ വിൽക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും മദ്യപിക്കാമെന്ന നിലയിൽ ഏത് മനുഷ്യനും വാങ്ങി ഉപയോഗിക്കത്തക്കതുപോലെ ഇവിടെ മദ്യം സുലഭമായി ലഭിക്കത്തക്ക നിലയിൽ സർക്കാർ അതിൻ്റെ ക്രമീകരണം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ആ ബോട്ടിലിൽ തന്നെ അതിൻ്റെ പേര് വളരെ ചെറുതായി എഴുതിയിട്ടുണ്ട്. ഇത് ഹാനികരമാണ്, ഇത് പ്രശ്നമാണ്, ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള കാര്യം കൂടെ വളരെ ചെറുതായി അതിൽ ആ ലേഖനം ചെയ്തിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മുടെ ഈ കൊച്ചു കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു മദ്യപിച്ചിട്ട് സ്കൂളിൽ ചെന്നപ്പോൾ ഉണ്ടായ ഭീതിജനകമായ ഒരു സംഭവം, അത് വലിയ ചിന്തയായി ഞാൻ കാണുന്നുണ്ട്. മറ്റൊരു ഭാഗം, അടൂർ ടൗണിൽ 4 പെൺകുട്ടികൾ മദ്യപിച്ചിട്ട് കോളേജ് ക്യാമ്പസിൽ നിന്ന് അവർ പുറത്തു ചാടി. അവർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്ന് ചാടി. അപ്പോൾ അവിടെ നിന്ന് പോലീസുകാർ നോക്കിയപ്പോൾ വാഹനം ഇടിച്ചു മറിക്കത്തക്ക നിലയിൽ റോഡ് തികയാതെ ഈ പെൺപിള്ളേർ നടക്കുകയാണ്. കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെന്ന് ഓർത്തോണം. നമ്മുടെ കുരുന്നുകളും കോളേജുകളും ക്യാമ്പസുകളിലും കലാലയങ്ങളിലും പോകുന്നവരാണ്. മദ്യപാനത്തിന്റെ ലാഞ്ചനയിൽ പിടിമുറുകി പാപത്തിന്റെ ഈടുറ്റ വഴികളിൽ പോയിട്ട് തെറ്റായ മാർഗം സ്വീകരിക്കുന്നവനെ ഭാവി എന്നല്ലാതെ എന്താ സുഹൃത്തെ വിളിക്കേണ്ടത്? ഭാവി എന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഭാവി എന്ന് പറയുന്ന വാക്ക് പലർക്കും ഇഷ്ടമല്ല. പാപത്തെക്കുറിച്ച് പറയുന്നതും പലർക്കും ഇഷ്ടമല്ലാതെ വന്നൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഞാൻ ചോദിക്കട്ടെ, മോഷണം ചെയ്തവനെ കള്ളൻ അല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത്? മോഷ്ടിക്കുന്നവനെ ആരും വിളിക്കുന്നത് കള്ളൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ കൊലപാതകം ചെയ്യുന്നവനെ എന്താണ് വിളിക്കുന്നത്? കൊലപാതകി എന്നാണ്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന, പാപ സ്വഭാവത്തിൽ ഏർപ്പെടുന്ന, ദാരുണമായ ജീവിതം മനുഷ്യന് വരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനെ ഭാവി എന്നല്ലാതെ എന്താ സുഹൃത്തെ വിളിക്കേണ്ടത്? ബോധം നഷ്ടപ്പെട്ട് മദ്യപാനത്തിന്റെ പിടിയിൽ മുറുകപ്പെട്ട് വഴിയെ പോകുന്നവരുടെ കഴുത്തിൽ കിടക്കുന്ന മാല പിടിച്ചു പറിച്ച് വീട് കയറി പ്രായമില്ലാത്ത കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് തെറ്റായ രീതിയിൽ ജീവിക്കുന്നവനെ ഭാവി എന്നല്ലാതെ എന്താ വിളിക്കേണ്ടത്? അത് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടമല്ല. എന്നാൽ ഞാൻ പറയുന്നു, എങ്ങനെ ഒരു നല്ല കേരളം വാർത്തെടുക്കാം, എങ്ങനെ ഒരു നല്ല ഭാരതം നമുക്ക് ഉണ്ടാക്കാമെന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ട കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ കുരുന്നോമനകൾ കോളേജുകളിലും കലാലയങ്ങളിലും ക്യാമ്പസുകളിലും പോകുമ്പോൾ തെറ്റായ വഴിയിലേക്ക് അവരെ നയിച്ച് പാപത്തിന്റെ ഈടുറ്റ വഴികളിലേക്ക് അവരെ കൊണ്ടുപോയി അസാൻമാർഗീയമായ മാർഗത്തിലേക്ക് അവരെ പിടിച്ച് പിടിമുറുക്കി ജീവിതം വഴിതെറ്റിച്ച് മാതാവേത് പിതാവെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ അപ്പനമ്മമാരെ അനുസരിക്കാതെ പോകുന്ന ഒരു വലിയ തലമുറ ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തലമുറയെ തിരിച്ചു വരുത്താൻ എന്താണ് സമീപനം പാലിക്കേണ്ടത്? ആരാണ് ബോധവൽക്കരണം നടത്താത്തത്? സ്കൂളുകളിൽ സാറുമാർ ബോധവൽക്കരണം നടത്തുന്നുണ്ടല്ലോ. അധ്യാപകരാവുന്നുള്ള കുഞ്ഞുങ്ങളെ നല്ല വഴിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അവരവൻ പോകുന്ന പ്രാർത്ഥിക്കുന്ന ആലയങ്ങളിൽ, ഗോപുരങ്ങളിൽ, മന്ദിരങ്ങളിൽ, മോക്കുകളിൽ
അതുപോലെ തന്നെ ആമേൻ എല്ലാ ടെമ്പിളുകളിനകത്തും നല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. എന്താണ് നമ്മുടെ ഭാരതത്തിന്, കേരളത്തിന് മാറ്റമില്ലാത്തത്? ഈ കൺട്രി എന്ന് പറയുന്നത് ഗോഡ്സ് ആൻഡ് കൺട്രി എന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടെന്നല്ലേ അറിയപ്പെടുന്നത്. ഇവിടെ നടക്കുന്ന സംഭവം ദൈനംദിനമായി വരുന്ന പത്രവാർത്തകൾ എടുത്തു നോക്കുമ്പോൾ ആമേൻ തല പുകയുന്ന അനുഭവത്തിൽ, വല്ലാത്ത ചിന്ത നമ്മെ ഭരിക്കുന്ന അനുഭവത്തിലല്ലേ പത്രവാർത്തകൾ വരുന്നത്. ഒരു ദിവസമെങ്കിലും പീഡനമില്ലാത്ത വാർത്തയുണ്ടോ ഇവിടുത്തെ പത്രത്തിനകത്ത്? ഒരു ദിവസമെങ്കിലും ആമേൻ കൊലപാതകം നടക്കാത്ത ഒരു വാർത്തയെങ്കിലും നമ്മുടെ ഈ വാർത്തയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നുണ്ടോ? കാരണം ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ മനുഷ്യൻ ബോധം നഷ്ടപ്പെട്ട് പാപത്തിന് ഈടുറ്റവനായി മാറുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് എങ്ങനെ തുടച്ചു മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ ചിന്ത. ആര് തുടച്ചു മാറ്റും? എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കുന്നു, എൻ്റെ മക്കളെ ഞാൻ ശ്രദ്ധിക്കുന്നു, എന്നാൽ ആവോളം ഞാൻ ശ്രദ്ധിക്കുന്നു. രാവിലെ ഒരുക്കി സ്കൂളുകളിലേക്ക് ഞാൻ അയക്കുന്നു. അവർ മടങ്ങി വരുന്നത് കാത്ത് ഒരു മാതാവും പിതാവും വീട്ടിനകത്തിരിക്കുന്നു. സുഹൃത്തേ, നിന്റെ കുഞ്ഞുങ്ങൾ ആരുമായി ബന്ധപ്പെടുന്നു, ആരുമായി സഹകരിക്കുന്നു, ഏതെല്ലാം തെറ്റായ മാർഗത്തിൽ പോകുന്നു എന്ന് നിനക്ക് പോലും അറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇവിടെ ആമേൻ മോശമായ പ്രവൃത്തികൾ വർദ്ധിച്ചു വരുന്നതിന്റെ പിന്നിലെ കാര്യമെന്ന് പറയുന്നത് മദ്യമാണെന്നുള്ള കാര്യം. ഈ വിനാശകാരിയായ മദ്യത്തെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? ആര് നിയന്ത്രിക്കും? ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ പോലീസ് അധികാരികളും പലപ്പോഴും വന്ന് ഞങ്ങളെ ഇങ്ങനെ തെരുവോരങ്ങളിൽ നടത്തുന്ന പ്രഭാഷണത്തെ ഉദ്ഘാടനം ചെയ്ത് ഞങ്ങളെ പുറത്തേക്ക് വിടാറുണ്ട്. നിങ്ങൾ പോകണം, നിങ്ങൾ ഗ്രാമങ്ങളിൽ ചെന്ന് ബോധവൽക്കരണം നടത്തണം, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാകും എന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞയക്കാറുണ്ട്. പറയട്ടെ, ഞങ്ങളുടെ പറഞ്ഞയച്ച് ഞങ്ങൾ പലയിടങ്ങളിലും പോയി പലരെയും സന്ദർശിച്ച് പലവിധമാകുന്ന രീതിയിൽ അവർക്ക് ബോധവൽക്കരണം നടത്തുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇതിൽ നിന്ന് മാറണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് കഴിയുന്നില്ല. പ്രഭാതമാകുമ്പോൾ ഞങ്ങൾ ഈ മദ്യപാനം വിട്ട് ഇനി മേലാൽ ഇത് എടുക്കത്തില്ല എന്ന തീരുമാനത്തോടൊക്കെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഉച്ച കഴിഞ്ഞ സമയമാകുമ്പോഴേക്കും മദ്യമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത പിരിമുറുക്കത്തിന് നടുവിൽ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ മദ്യപാനത്തിന്റെ ലാഞ്ചനയിൽ നിന്ന് ഞാൻ പറയട്ടെ, ആയിരക്കണക്കിന് യുവചേതനകളെ മാറ്റിയെടുത്തൊരു മാർഗത്തെ ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് മാർഗം? ഒത്തിരി മരുന്നുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. മദ്യം ശരീരത്തുനിന്ന് മാറണമെങ്കിൽ അത് ഇന്ന മരുന്ന് കഴിച്ചാൽ കുറച്ചുനാൾ അത് സേവിച്ചാൽ നടക്കുമെന്നുള്ള ചിന്തയോടുകൂടെ പലരും അത് സേവിക്കാറുണ്ട്. ഇതൊന്നും സേവിക്കാതെ തന്നെ മദ്യം വിട്ടുകളഞ്ഞ പലരും ഞങ്ങളുടെ കൂടെയുണ്ട്, ദൂരെ മാറി നിൽക്കുവാണെന്നേ ഉള്ളു. മദ്യത്തിന്റെ പിടിയിലായ പലരും മദ്യപാനത്തിന്റെ ലാഞ്ചനയിൽ നിന്ന് പിടിമുറുക്കി ജീവിതം അത് തന്നെയാണ്, ഇനി അതിൽ തന്നെ അഡിക്റ്റ് ആകുമെന്ന് ചിന്തിച്ച പലരെയും അതിൽ നിന്ന് മാറ്റിയൊരു മാർഗത്തെയാണ് ഞങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഒരു വർഗത്തെയോ ഒരു ജാതിയെയോ ഒരു വ്യക്തിയെയോ ഒരു സംഘടനയെയോ ഒരു സംസ്കാരത്തെയോ ഒരു ആചാരത്തെയോ ദുർബലമാക്കാൻ ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല. എല്ലാവരുടെ ആചാരങ്ങൾ വളരെ ഞങ്ങൾ ബഹുമാനിക്കുന്നവരാണ്. നിങ്ങൾ ആരും ആയിരിക്കൊള്ളട്ടെ സുഹൃത്തെ, പക്ഷേ ഞങ്ങളെ രക്ഷിച്ച ഒരു രക്ഷിതാവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഇവിടെ നിൽക്കുന്നത്. പാവത്തിന്റെ ഈടുറ്റ വഴികളിലൂടെ അസാൻമാർഗിക വഴികളിലൂടെ പോയ അനേക യുവചേതനകളെ നിർമ്മലമായ വഴിയിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് അനേകർക്ക് മാതൃകയായി തീർക്കുവാൻ ഇടയാക്കിയതിന്റെ ഒരു വ്യക്തിത്വമാണ് ഞാൻ പ്രസംഗിക്കുന്ന കാൽവരിയുടെ കുലമരത്തിൽ ഇതേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ ദൈവം യാഗമായി തീർന്നത്. ആ ദൈവത്തിൽ പ്രസന്റ് ചെയ്താൽ, ആ ദൈവത്തിൽ പ്രാർത്ഥിച്ചാൽ മനുഷ്യന്റെ പാപ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യന് മോചനം തരുവാൻ കഴിയുമെന്നതാണ് ഈ സുവിശേഷ പ്രഭാഷണത്തിന്റെ പര്യവസാന വാക്കുകൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് മനുഷ്യനെ പാപത്തിൽ നിന്ന് മാറ്റാൻ കഴിയുന്നത്? എങ്ങനെയാണ് എന്തുകൊണ്ടാണ്, ഏത് നിലയിലാണ് മാറാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, അനേകരെ മാറ്റിയെടുത്ത, അനേകരെ നല്ല മനുഷ്യനാക്കിയ, അനേകരെ മാതാപിതാക്കൾക്ക് കൊള്ളാവുന്നവനാക്കിയ, അനേകർക്ക് നല്ല മാതൃക പറഞ്ഞു കൊടുത്ത, കാണിച്ചു കൊടുത്ത ഒത്തിരി ഗുരുക്കന്മാരെ ഞാൻ പറയുന്നില്ല. ഒരു ഗുരുവിനെ ഞാൻ പരിചയപ്പെടുത്താം. കാൽവരിയുടെ കുലമരത്തിൽ ഞങ്ങൾക്ക് വേണ്ടി 3 കാര്യരുമ്പാണി തകരപ്പെട്ട ഒരു നല്ല കർത്താവ്, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ശ്രീ യേശു ക്രിസ്തു എന്ന് ഞങ്ങളെ സംബോധന ചെയ്യും. ആ കർത്താവാണ് പാപികൾക്ക് മോചനം കൊടുത്തത്. ആ കർത്താവാണ് രോഗികളെ സൗഖ്യമാക്കാൻ കഴിയുന്നത്. ആ കർത്താവാണ് സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റുന്നത്. ആ കർത്താവിന് മാത്രമേ രോഗികളെ സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ നല്ല ഡോക്ടേഴ്സുമാരുണ്ട്, നമുക്കറിയാം. പൈസയുണ്ടെങ്കിൽ നല്ല നിലയിലുള്ള ഡോക്ടർമാരെ കണ്ട് സമീപിച്ച് നമ്മുടെ രോഗത്തെ ഭേദമാക്കാൻ കഴിയും. എന്നാൽ വിശ്വസിച്ചാൽ
വിശുദ്ധ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരുന്ന ബഹുമാന്യ ശ്രോതാവേ, സുഹൃത്തെ, താങ്കൾ ആരോ ആയിക്കൊള്ളട്ടെ, ജീവിതത്തിൽ കറ പിടിച്ച അനുഭവമാണ്, പാവമാണ്, ഇനി എനിക്ക് മലിമസമായി ഈ അനുഭവത്തിൽ നിന്ന് മാറാൻ പറ്റത്തില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഹൃദയം കൊണ്ട് ഭാരപ്പെട്ടാണ് നിങ്ങൾ ഇതുവരെ ആയിരുന്നുവെങ്കിൽ, ഞാൻ പരിചയപ്പെടുത്തിയ നസ്രായനായ ക്രിസ്തു പാപത്തിൻ്റെ പരിഹാരിയാണ്. ഈ ക്രിസ്തുവിൽ നിങ്ങളുടെ ഹൃദയം സമർപ്പിച്ച ഒരു വാക്കിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിശ്ചയമായും നിങ്ങളുടെ ആമേൻ ഭാരങ്ങളെ മാറ്റും, രോഗങ്ങളെ മാറ്റും. ഇതുവരെ നിങ്ങൾക്ക് ഒരു മാതൃകാ മനുഷ്യനായി ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാതാപിതാക്കൾക്ക്, സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക്, ബന്ധുമിത്രാദികൾക്ക് ദേശത്തിനൊരു മാതൃകയുള്ള നല്ല ജീവിതം നയിക്കുവാൻ സർവകൃപാലുവാകുന്ന സർവേശ്വരനായ ശ്രീ യേശു ക്രിസ്തു നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളോട് സഹകരിച്ച ഈ ദേശനിവാസികൾക്ക് പ്രത്യേകാൽ ഒരു നന്ദിയും പറഞ്ഞു ഞങ്ങളുടെ വാക്കുകൾക്ക് ഇവിടെ ആമേൻ പര്യവസാനം കൊടുക്കുന്നു. ഞങ്ങൾക്കിവിടെ സാഹചര്യം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട ഈ ഭവനത്തിലെ പ്രിയ ജോയിച്ചാനോടുള്ള പ്രത്യേക അകമടിഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥിച്ചു നിർത്താൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. ഒരു വാക്കിലെ പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സാബുവങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു വാക്കിലെ പ്രാർത്ഥിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്ലീസ് കം. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവേ, ഞങ്ങൾ ദേശത്തോട് കർത്താവെ ഹല്ലേലൂയ, ദൈവമേ തൻ്റെ മക്കൾ കർത്താവെ ഹല്ലേലൂയ, അനേകർ ഹല്ലേലൂയ മത്തത്തിനും മയക്കുമരുന്നുമായി അടിയുംപെട്ട് കർത്താവെ കഴിയുന്നവരെ വിടിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഈ ദേശത്തെ നീ കർത്താവെ നീ നാദാ ദൈവമേ നീ അവരോട് കർത്താവെ ഹല്ലേലൂയ മനസ്സലിഞ്ഞ് അവർ കർത്താവെ അവർക്ക് സമാധാനം കൊടുത്ത് ഒരു നല്ല കർത്താവെ ജീവിതം കർത്താവെ ഓരോ കുടുംബങ്ങൾക്കും കർത്താവെ ഈ ദേശത്ത് അനുഭവിക്കാൻ തക്ക ദൈവകൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ഇത്രയും സമയം കർത്താവെ ഓരോ തൻ്റെ ദേശത്തും കർത്താവെ തൻ്റെ ഈ വചനങ്ങൾ കേൾക്കുവാനും ഓരോരുത്തരെയും കർത്താവെ നീ അവരുടെ ഹൃദയങ്ങളെ നീ അവർക്ക് ഇടപെട്ട് കർത്താവെ നീ വലിയ ചെയ്തനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ നീ സന്നിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ ഈ ഇന്ന് കടന്നു വന്ന എല്ലാ തന്നെ മക്കളെ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ ദേശത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാം നീ മൗത്ത് എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം നിന്റെ നാമത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ തുടർന്ന് നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. എല്ലാം മൗത്ത് എടുത്തനായി സ്തോത്രം. പ്രാർത്ഥന എല്ലാം കേട്ടിരുന്നേ. ആമേൻ.